ഹംബലി മദ്ഹബ് സ്വീകരിച്ച വർത്തമാനം ഖബറിൽ കിടക്കുന്ന അബൂ ഹനീഫ ഇമാം അറിയുകയാണ്. അബൂ ഹനീഫ ഇമാം അബൂ ഹനീഫത്തുൻ നുഅ്മാൻ, ബഹുമാനപ്പെട്ട അബൂ ഹനീഫ ഇമാം ഖബറിൽ കിടന്നുകൊണ്ട് ശാഫിഈ മദ്ഹബുകാരനായ ഗൗസുൽ ആദം തങ്ങൾ ഹംബലി മദ്ഹബിലേക്ക് മാറിയിട്ടുണ്ട് എന്നുള്ള വർത്തമാനം അറിഞ്ഞപ്പോൾ അന്ന അബൂ ഹനീഫത ഇൽതഖ ബിറൂഹാനിയത്തി മഅൽ ഗൗസി, ഗൗസുൽ ആദം തങ്ങളുടെ റൂഹും അബൂ ഹനീഫ ഇമാമിന്റെ റൂഹും തമ്മിൽ കണ്ടുമുട്ടുകയാണ് ആത്മീയ ലോകത്തിൽ. രണ്ടുപേരുടെ റൂഹ്, ഇന്നലെ നമ്മൾ റൂഹ് കണ്ടുമുട്ടിയ സംഭവം പറഞ്ഞിരുന്നല്ലോ. ഗൗസുൽ ആദമിന്റെ റൂഹും ഗസാലി ഇമാമിന്റെ റൂഹൊക്കെ കണ്ടുമുട്ടിയ സംഭവം പറഞ്ഞിരുന്നല്ലോ. ഇതേപോലെ വഫാത്തായി പോയ അബൂ ഹനീഫ ഇമാമിന്റെ റൂഹും ഗൗസുൽ ആദം, ജീവിച്ചിരിക്കുന്ന ഗൗസുൽ ആദം തങ്ങളുടെ റൂഹും തമ്മിൽ കണ്ടുമുട്ടുക. റൂഹിന്റെ സംസാരം നമ്മുടെ ശരീരത്തിന് അറിയണമെങ്കിൽ നമ്മളെ ശരീരത്തിൽ റൂഹിന്റെ സ്വഭാവം വരണം, അപ്പോഴേ അറിയുള്ളൂ. അപ്പോഴാണ് നമ്മളെ റൂഹ് എവിടേക്ക് പോകുന്നുണ്ടെന്ന് നമ്മളെ ശരീരത്തിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അറിയാൻ പറ്റുള്ളൂ. അതിന് നമ്മളെ ശരീരത്തിന് ഏത് സ്വഭാവം വരണം, റൂഹിന്റെ സ്വഭാവം വരണം. അങ്ങനെ സംഭവം ഉണ്ടല്ലോ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ സ്വഹാബത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. സ്വഹാബത്ത് ഇങ്ങനെ എല്ലാവരും കൂടിയിരിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അബൂബക്കറിനെ ചൂണ്ടിയിട്ട് പറഞ്ഞു, യാ അബൂബക്കർ അത്തദ്കുറു, അബൂബക്കർ ആ ദിവസം ഓർമ്മ ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ സഹാബത്ത് അപ്പുറത്തിരിക്കുന്ന കുറച്ച് സഹാബത്ത് ഏത് ദിവസം അലി റളിയല്ലാഹു അൻഹു അപ്പുറത്തിരുന്ന് ചിരിക്കുന്നുണ്ട്. പക്ഷേ പിന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് അത്തദ്കുറു, ആ ദിവസം ഓർമ്മ ഉണ്ടോ, ഏത് ദിവസം അറിയില്ല സഹാബത്തൊക്കെ. അപ്പൊ അബൂബക്കർ, എനിക്കറിയാം നബി, ആ ദിവസം എനിക്കറിയാം. അതേതാ മോനെ? അതെ, ആലമുൽ അർവായിൽ വെച്ചിട്ട് അലസ്തു ബി റബ്ബിക്കും, ഞാൻ നിങ്ങളുടെ റബ്ബല്ലേ എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ എന്റെ അടുത്ത് ഇരുന്നിട്ട് ഞാൻ, അതെ നീ എന്റെ റബ്ബാണ്, ഞാൻ നിന്റെ റസൂലാണ് എന്ന് പറഞ്ഞത് ഞാൻ നിങ്ങളുടെ അടുത്തിരുന്ന് കേട്ടിട്ടുണ്ട് എന്ന് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എങ്ങനെ അറിഞ്ഞു? റൂഹിയായ ലോകത്ത് നടന്ന സംഭവം ഇവിടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എങ്ങനെ അറിഞ്ഞു? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ശാരീരികമായ ബോഡിയിൽ റൂഹിയായ സ്വഭാവം മികച്ചു നിന്നപ്പോൾ ശരീരത്തിന്റെ റൂഹ് എവിടെ പോയാലും ഈ ശരീരം അറിയും എന്നുള്ളതാണ്. അങ്ങനെ ഗൗസുൽ ആദം റളിയല്ലാഹു അൻഹുവിന്റെ ആത്മാവും മഹാനായ ഗൗസുൽ ആദം തങ്ങളുടെ ആത്മാവും മഹാനായ അബൂ ഹനീഫ ഇമാമിന്റെ ആത്മാവും തമ്മിൽ, റൂഹും തമ്മിൽ കണ്ടുമുട്ടുകയാണ്. എന്നിട്ട് മഹാനായ അബൂ ഹനീഫ ഇമാമിന്റെ ആത്മാവ് വന്നുകൊണ്ട് ഗൗസുൽ ആദം തങ്ങളുടെ ആത്മാവിനോടൊരു സംഭാഷണം നടത്തി. എന്താണ് സംഭാഷണം? യാ സുൽത്താൻ, യാ സയ്യിദ് അബ്ദുൽ ഖാദിർ, ഓ സുൽത്താനായ അബ്ദുൽ ഖാദിറേ, മസ്സബബു അന്നക ഇഖ്തറത ഫി ശരീഅത്തി മദ്ഹബൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ ശൈബാനി, എന്റെ മദ്ഹബ് നിങ്ങൾ മദ്ഹബ് മാറിയപ്പോൾ എന്റെ മദ്ഹബ് സ്വീകരിക്കാതെ ഹംബലി മദ്ഹബ് സ്വീകരിക്കാനുള്ള കാരണം എന്താണ് എന്നാണ് ചോദ്യം. അബൂ ഹനീഫ ഇമാം ഗൗസുൽ ആദം തങ്ങളുടെ അടുക്കൽ വന്നുകൊണ്ട് ചോദിക്കുന്നു. വഫാത്തായി പോയ വർഷങ്ങൾക്കപ്പുറം വഫാത്തായി പോയ അബൂ ഹനീഫത്തുൻ നുഅ്മാനുൽ കൂഫി തങ്ങളോട് തങ്ങൾ വന്നുകൊണ്ട് ഗൗസുൽ ആദം തങ്ങളോട് വന്ന് ചോദിക്കുകയാണ്, മസ്സബബു അന്നക ഇഖ്തറത മദ്ഹബൽ ഇമാം അഹ്മദ് ബിൻ ഹംബൽ ശൈബാനി, അഹ്മദ് ബിൻ ഹംബൽ ശൈബാനിയുടെ മദ്ഹബ് സ്വീകരിക്കാനുള്ള കാരണം എന്താണ്? നിങ്ങൾക്ക് വമഖ്തർത മദ്ഹബി, എന്റെ മദ്ഹബ് എന്താ സ്വീകരിക്കാൻ എന്ന് ചോദിച്ചു. എന്നിട്ട് മഹാനവറുകൾ ഒരു വർത്തമാനം കൂടി പറഞ്ഞു. എന്താ വർത്തമാനം? വഅന മിമ്മൻ ഇസ്തഫാദ മിൻ ജദ്ദികൽ ഇമാം ജഅഫർ സ്വാദിഖ്, ഞാൻ നിങ്ങളുടെ വല്ലിപ്പയായ ജഅഫർ സ്വാദിഖ് റളിയല്ലാഹു അൻഹുവിനെ ശൈഖായി സ്വീകരിച്ച മഹാനാണ്. വസ്തഫത്തു മിൻ ഹളറതിഹി സനതൈനി, എന്റെ ജീവിതത്തിലെ അവസാനത്തെ 2 വർഷം ഞാൻ നുഅ്മാൻ ഇബ്നു സാബിത്ത് എന്ന് പറയുന്ന ഞാന് നിങ്ങളുടെ വല്ലിപ്പയായ ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹുവിനെ ശൈഖായി സ്വീകരിച്ച ആളാണ്. എന്നിട്ട് മഹാനവറുകൾ പറയാണ്, ലൗല സനതാനി ലഹലകൻ നുഅ്മാൻ, ആ ശൈഖായി സ്വീകരിച്ച അവസാനത്തെ 2 വർഷമില്ലായിരുന്നുവെങ്കിൽ നുഅ്മാൻ ഇബ്നു സാബിത്ത് എന്ന് പറയുന്ന ഞാൻ നശിച്ചു പോകുമായിരുന്നു. കാരണം തന്റെ വർഷങ്ങളോളം താൻ ഇൽമ പഠിച്ച ഒരുപാട് ഉസ്താദന്മാരിൽ നിന്ന് കിട്ടാത്ത അനുഭൂതിയും ആനന്ദവും ആത്മീയ ലഹരിയും
താൻ ശൈഖായി സ്വീകരിച്ച 2 വർഷത്തെ ജഅഫർ സാദിഖ് എന്ന് പറയുന്ന ആത്മീയ ഗുരുവിൽ നിന്ന് മഹാനവറുകൾക്ക് ലഭിച്ചപ്പോൾ മഹാനായ അബൂ ഹനീഫ ഇമാം പറഞ്ഞു, ലൗലസനതാനി ലഹലകൻ നുഅ്മാൻ. ഞാൻ ആത്മീയ ഗുരുവായി സ്വീകരിച്ച എൻ്റെ ആത്മീയ ഗുരുവായ നിങ്ങളുടെ വല്ലിപ്പയായ ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹുവിനോടൊപ്പം ഒരുമിച്ച് കൂടിയ 2 വർഷമില്ലായിരുന്നുവെങ്കിൽ നുഅ്മാൻ ഇബ്നു സാബിത്ത് എന്ന് പറയുന്ന ഞാൻ നശിച്ചു പോയേനെ. അപ്പോ ശൈഖന്മാരെ പഠിക്കുമ്പോ വേറെ ലെവലാണെന്ന് മനസ്സിലാവുന്നു അല്ലേ? കാരണം അതുവരെ ശൈഖില്ലാതെ ജീവിച്ച നുഅ്മാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന അബൂ ഹനീഫ ഇമാം പറയാണ്, അവസാനത്തെ 2 വർഷം നിങ്ങളുടെ വല്ലിപ്പയായ ജഅഫർ സാദിഖിനെ ഞാൻ ശൈഖായിട്ട് സ്വീകരിച്ചപ്പോൾ എനിക്ക് ഇതുവരെ കിട്ടാത്ത ആനന്ദവും അനുഭൂതിയും വിജ്ഞാനവും കിട്ടിയപ്പോൾ എന്ത് ചെയ്തു? എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിച്ചു. കാരണം എനിക്ക് ആയിരക്കണക്കിന് ഉസ്താദുമാരുണ്ട് അബൂ ഹനീഫ ഇമാമിന്, സഹാബത്ത് വരെ ഉണ്ട് അതിൽ. പക്ഷെ ശൈഖായിട്ട് സ്വീകരിച്ചത് ആരെയാണ്? ബഹുമാനപ്പെട്ട ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹുവിനെയാണ്. ആ ജഅഫർ സാദിഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ 2 വർഷം ഇരുന്നപ്പോൾ കിട്ടിയ ആനന്ദവും അനുഭൂതിയും ആ 2 വർഷമില്ലായിരുന്നുവെങ്കിൽ നുഅ്മാൻ ഇബ്നു സാബിത്ത് ഇതുവരെ പഠിച്ച ഇൽമുകൾ മുഴുവനും പാഴ്വേലയായി മാറുമായിരുന്നു എന്ന് മഹാനായ അബൂ ഹനീഫ ഇമാം പറയുകയാണ്. കണ്ടോ, ഇങ്ങനത്തെ നിങ്ങളുടെ വല്ലിപ്പയായ ജഅഫർ സ്വാദിഖിനെ ശൈഖായി സ്വീകരിച്ച ഞാൻ കെട്ടിപ്പടുത്ത ഒരു പ്രസ്ഥാനമായ ഹനഫി മദ്ഹബിനെ നിങ്ങൾ എന്തേ സ്വീകരിക്കാഞ്ഞത് ഗൗസുൽ ആലം തങ്ങളെ എന്നാണ് മഹാനായ ഗൗസുൽ ആലം തങ്ങളോട് റൂഹിയായ നിലക്ക് സംഭാഷണം നടത്തുന്നത് മഹാനായ അബൂ ഹനീഫ ഇമാം. അപ്പൊ മഹാനായ ഗൗസുൽ ആലം തങ്ങൾ അവിടുന്ന് മറുപടിയായി പറഞ്ഞു കൊടുത്തത്, അന്ന മദ്ഹബുഹു സാറ ലഈഫൻ മിൻ ഖില്ലത്തിർ റിജാൽ. ആൺകുട്ടികളുടെ കുറവ് കാരണമായി ഹംബലി മദ്ഹബ് ശോഷിച്ചു പോയിരുന്നു. നല്ല ആൺകരുത്തന്മാരായ ആളുകൾ ആ മദ്ഹബിൽ കുറവായിരുന്നു. അതുകൊണ്ട് ഒരു ആൺകരുത്തൻ, എല്ലാവരുടെയും സ്ഥാനത്ത് നിൽക്കാൻ പറ്റിയതായ ഒരു ആൺകരുത്തൻ ഇവിടെ നിലനിന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എന്ത് ചെയ്തത്, ആ ഹംബലി മദ്ഹബ് സ്വീകരിക്കാനുള്ള കാരണം എന്ന് മഹാനായ അബൂ ഹനീഫ ഇമാമിനോട് ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്. കണ്ടോ, ഇങ്ങനെ ലോകത്തുള്ള മൊത്തം ആളുകൾ ഗൗസുൽ ആലം റളിയല്ലാഹു അൻഹുവിനെ ആഗ്രഹിക്കാനും ഗൗസുൽ ആലം റളിയല്ലാഹു അൻഹുവിനെ തേടിയിട്ടും എന്ത് ചെയ്യാണ് നടക്കുന്ന കാലഘട്ടമാണ് നാം എന്ത് ചെയ്തത്, ആ കാലഘട്ടത്തിൽ എന്ത് ചെയ്തത് കണ്ടത്. അതുകൊണ്ട്